കണ്ണ? ആ പൈക്കിടവനെ നോക്കിയേ. അത് നമ്മുടെ ഗോക്കളുടെ കൂട്ടത്തിലുള്ള പൈക്കിടാവല്ലോ. അല്ല, അത് പൈക്കിടാമിന്റെ രൂപം പൂണ്ടുവരുന്ന ഒരസുരനാണ്, വത്സാസുരൻ. മാതുലനായ കംസൻ എന്നെ കൊല്ലാനായി അയച്ചിരിക്കുന്ന വത്സാസുരൻ. വത്സാസുരന്റെ സമയമായോ കണ്ണ? സമയമായി കഴിഞ്ഞു. ഒരു പൈക്കിടാവ് ഒറ്റ തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന കണ്ടു. അത് ഭീകരരൂപിയായ രാക്ഷസനാണെന്ന് നമ്മളുണ്ടോ അറിയുന്നു? കണ്ണനെ കൊല്ലാൻ രാക്ഷസന്മാർ വൃന്ദാവനത്തിലും വന്നു തുടങ്ങിയിരിക്കുന്നു. വളരെ സൂക്ഷിക്കണം കണ്ണ. ഭയക്കണ്ട കൂട്ടരെ, എന്നെ കൊല്ലാൻ അസുരന്മാർ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അവരെ നിഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. എന്നെ വണങ്ങാൻ ഭക്തന്മാർ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കണ്ണ. എന്തായാലും ഈ രാക്ഷസന്റെ മരണം നമുക്കൊന്ന് ആഘോഷിക്കേണ്ട ശുഭാണ്ടിയെ. അതെ, നമുക്ക് ആനന്ദത്തിൽ ആറാടാം. ഇനി വാൾത്തലപ്പിൽ ഒടുങ്ങുമവൻ. അപ്പോ അത് അങ്ങ് തൽക്കാലം വികാരധീരനാകരുത്. ഇരുളവും പറയുന്നത്. ഇനി എന്താണ് പറയാനുള്ളത്? നഷ്ടപ്പെട്ടില്ലേ നമുക്ക് വത്സാസുരനെ? കരുത്തന്മാരെ ഓരോരുത്തരെ വധത്തിലേക്ക് തള്ളിവിടാൻ ഇനി നമുക്ക് വയ്യ പ്രദ്യോത. അങ്ങ് സമാധാനിച്ചാലും ഇനിയുമുണ്ടല്ലോ വീരദൈത്യന്മാർ നമ്മോടൊപ്പം. എന്തിന്? പ്രച്ഛന്ന വേഷങ്ങളാടി സ്വയം മരണം ഏറ്റുവാങ്ങാനോ? അതോ അന്തക ബാലകന്റെ വീരഗാഥകൾക്ക് പൊലിമ കൂട്ടാനോ? വേണ്ട, നാം തന്നെ ചെല്ലാം. നേരിട്ട് ചെന്ന് തൂക്കിയെടുത്ത് ഗളച്ഛേദം ചെയ്ത് കാളന്തിയിലെറിയാം. വേണ്ട പ്രഭു, വിരലോളം പോകുന്നൊരു ബാലകനെ എതിർക്കാൻ മലയോളം പോകുന്ന കരുത്തെന്തിന്? പ്രഭു, ഈയുള്ളവൾക്ക് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. അങ്ങ് എത്രയോ കാലമായി മുടക്കിയിരിക്കുന്ന ശിവഭജനം അതിലഭയം പ്രാപിക്കണം. ത്രിശൂലഹസ്തനായ പരമേശ്വരൻ അന്തകാന്തകനല്ലേ? കടാക്ഷിക്കും, ശത്രുവിനാശം വരുത്തും. കടന്നു പോകുന്നുണ്ടോ? ഭജനം, ജപധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ, അവയല്ല കംസരക്ഷയ്ക്കുള്ള മാർഗങ്ങൾ.
ഭക്താഗ്രണിയാകേണ്ടവനല്ല, ധീരോദാര വീരനാകേണ്ടവനാണ് കംസൻ. നമ്മുടെ യജ്ഞങ്ങൾ, യുദ്ധങ്ങൾ, ജപധ്യാനങ്ങൾ, കൽപ്പനകൾ, നാം ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് മഹാവിഷ്ണുവിനോടാണ്. ആ മഹായജ്ഞത്തിൽ ആഹൂതി ചെയ്യപ്പെടുന്നത് അസുര രക്തമാണ്. നമോവാകം മഹാരാജൻ. വത്സാസുരനും പോയി അല്ലേ? അങ്ങെന്തിനാണ് ഇനിയും അസുരവീരന്മാരെ ഹോമിക്കുന്നത് പ്രഭു? നേരിട്ട് കൊല്ലാൻ ഇറങ്ങിയപ്പോ പാപഭാരങ്ങളുടെ ഭണ്ഡാരക്കെട്ടഴിച്ച് മാർഗം തടഞ്ഞത് അങ്ങ് തന്നെയല്ലേ? നമ്മിൽ നരകജീവിത ഭീതി നിറച്ചതും അങ്ങ്. ഇപ്പോ മറ്റൊരു മാർഗം സ്വീകരിച്ചപ്പോ അതിനും വിലക്കോ? രാജഗുരു, രാജ്യരക്ഷയ്ക്ക് മാത്രമല്ല രാജരക്ഷയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകേണ്ടവനാണ് രാജഗുരു.